മേലെ പട്ടാമ്പിയിലെ പെരിന്തൽമണ്ണ റോഡിന് MLA ഓഫീസിൻ്റെ പരിസരത്ത്, അതായത് മാക്സ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ മുന്നിൽ കട്ടവിരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ബ്ലോക്കാണ്. വൺ സൈഡാണ് വിടുന്നുള്ളൂ. പക്ഷേ വൺ സൈഡ് വിടുമ്പോഴും പട്ടാമ്പിയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ പട്ടാമ്പിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ വണ്ടികൾക്ക് കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടാമ്പിയിലെ ജനപ്രതിനിധികൾക്കും മോട്ടോർ വാഹന വകുപ്പിനും പട്ടാമ്പിയിലെ പോലീസ് ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പരാതിയുമായിട്ട് ചെന്ന സമയത്ത് ഒരു 2 ദിവസം ശങ്കരമംഗലത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തി തിരക്ക് കുറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഒരു ദിവസം മുതൽ കൊപ്പം വരെ സർവീസ് നടത്തുമെന്നുള്ളൊരു ഞങ്ങളൊരു ആവശ്യം വെച്ചിരുന്നു. ആ ആവശ്യത്തിൽ 1-2 കാര്യങ്ങളുണ്ടായിരുന്നത്. ശങ്കരമംഗലത്ത് നിന്ന് ഹെവി വെഹിക്കിൾസ്, അതായത് ചരക്ക് ലോറി വാഹനങ്ങൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ ശങ്കരമംഗലത്ത് തിരിച്ചു പോയിട്ടും ചെറിയ വാഹനങ്ങൾ പട്ടാമ്പി മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് MESൻ്റെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന രൂപത്തിൽ വണ്ടികൾ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയബന്ധിതമായിട്ട് സർവീസ് നടത്താമെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുകയും അതിനവർ അങ്ങനെ ഒരു സമ്മതം മൂളുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉന്നതാധികാരികളോ ഇതിന് വേണ്ടപ്പെട്ട ആളുകളോ ഒന്നും ഞങ്ങളോട് ഒരു നയമായിട്ടുള്ളൊരു സമീപനമല്ല ചെയ്തത്. പിന്നെ രണ്ടാമത് നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് 10-15 മിനിറ്റ് ബ്ലോക്കായിട്ട് നമ്മൾ സമയബന്ധിതമായിട്ട് കൊപ്പത്തേക്ക് ഓടിയെത്തുമ്പോൾ കൊപ്പത്തുള്ളൊരു സിഗ്നൽ ബുദ്ധിമുട്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പല വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊരു തരത്തിലുള്ളൊരു സമരമല്ല. ഞങ്ങളിത് മുൻകൂറായിട്ട് ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഞങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനമല്ല എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സമരം പെട്ടെന്ന് വെക്കേണ്ടി വന്നത്. അത് ഒരാളോടും വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഇതുണ്ടാക്കാനോ അല്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ളൊരു സമ്പ്രദായം മാത്രമാണിത്. ഞങ്ങൾ ഇന്ന് ഒരു മിന്നൽ പണിമുടക്കല്ല ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, PWD ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ നോട്ടീസ് കൊടുത്തായിരുന്നു. ഇപ്പം നിലവിൽ മേലെ പട്ടാമ്പിയിൽ കേവലം ഒരു 20 മീറ്ററോളം ദൂരം റോഡ് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ കട്ടവിരിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞങ്ങളിന്ന് നിർബന്ധിതമായിട്ട് ഇങ്ങനൊരു സമരത്തിലേക്ക് എത്തിപ്പെട്ടത്. ഞങ്ങളിപ്പോഴും ആരോടും ഞങ്ങൾക്ക് വാശിയോ വൈരാഗ്യമൊന്നുമില്ല. ഞങ്ങളൊരു സമരം ഇവരെല്ലാവരും കൂടി ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ബസ്സുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ കംപ്ലീറ്റ് ട്രിപ്പുകൾ ഓടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്നലെ കുറ്റിപ്പുറത്ത് വെച്ചിട്ട് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ഓവർ സ്പീഡാണ്. അതേപോലെ ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇന്നൊരു സമരത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ ആ റോഡ് പണിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്ത അത്രയും ദിവസം ഞങ്ങൾ നിർത്തിയിട്ടിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.